ഇതിലിപ്പോൾ വിധി തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടി തന്നെയാണ്. കാരണം 2017 അരുൺ ജെയ്റ്റ്ലിയുടെ കണ്ടുപിടുത്തമാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് കോടതിയിലേക്ക് പോയത്? ഇതിലേക്ക് പോയത് CPM ആണ്, മറ്റൊരു സംഘടന, അതോടൊപ്പം ഒരു കോൺഗ്രസ് പ്രവർത്തനം കൂടി ചേർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ കോൺഗ്രസ് നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ BJPക്ക് ശേഷം വരുന്നത് കോൺഗ്രസ് ആണ്, അതിനുശേഷം വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ലഭിച്ച പണത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പക്ഷേ നോക്കൂ, 90% കോർപ്പറേറ്റ് ബോണ്ട് സംഭാവന ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. അപ്പോൾ ഇതിലെ വ്യത്യാസം ഓരോരുത്തർക്കും ലഭിച്ചതിൻ്റെ വ്യത്യാസം നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നത്. നേരത്തെ സുജി ചൂണ്ടിക്കാണിച്ച പോലെ ഈ വർഷം മാത്രം അത് 7 ഇരട്ടിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി പറഞ്ഞതാണ്. അശാന്തമായ ജനാധിപത്യത്തിൻ്റെ കാലത്തെ അവസാനത്തെ അഭയസ്ഥാനമാണ് സുപ്രീം കോടതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിനെതിരായ അതിന് വിരുദ്ധമായ ഒരു നടപടിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതി തടയിട്ടിരിക്കുന്നത്. അതോടൊപ്പം പൗരൻ്റെ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ സുതാര്യമാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി എന്നാണ് പറയാനുള്ളത്. ഇതിൽ കോടതി വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനുള്ള ഇലക്ട്രിക് ബോർഡ് സംവിധാനം ഭരണഘടനാ വിരുദ്ധം എന്ന് കോടതി പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, അറിയാനുള്ള അവകാശം മൗലികമായതിനാൽ ആര് പണം നൽകി എന്നുള്ളത് മറച്ചുവെക്കാൻ പറ്റില്ല. അറിയാനുള്ള അവകാശം അത് ജനത്തിൻ്റെ അവകാശമാണ്. മൂന്നാമത്തത്, കള്ളപ്പണം തടയാനുള്ള നടപടികൾ മൗലികാവകാശത്തിൽ കടന്നു കയറിയാകരുത്, ജനത്തിൻ്റെ അവകാശത്തിൽ കയറിയാവരുത് ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. അടുത്തത്, ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ SBI 3 ആഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. മാർച്ച് 15ഓടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം. മാർച്ച് 15-ന് പല കാര്യങ്ങളും പുറത്തു വരാനിരിക്കുന്നു, പുറത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാനം പറഞ്ഞത് തന്നെയാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്നുള്ളതാണ്. അദാനിയും അംബാനിയും അടക്കം BJPക്ക് എത്ര രൂപ കൊടുത്തു എന്ന് പൊതുജനം അറിയാൻ പോകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാം. അത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനം, ഈ രീതികൾ, പ്രചാരണ രീതി, ഏതൊക്കെ രീതിയിൽ BJP മുന്നോട്ട് പോയി, ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടെടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇന്ന് പോലും ഇന്ത്യ മുന്നണിയിൽ പിളർപ്പാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു വലിയ ചലനം സൃഷ്ടിക്കും. തെരഞ്ഞെടുപ്പിൽ ഒരു 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 വിശദമായ ഒരു വിശകലനത്തിലേക്ക് ജനം ഇത് തിരിച്ചറിയുന്നൊരു കാര്യത്തിലേക്ക് ഇത് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 2017 ഫിനാൻസ് ആക്ട് പ്രകാരം വിവിധ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണല്ലോ ഈ ഇലക്ട്രിക് ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഈ 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം. ഇതാണല്ലോ നമ്മൾ നേരത്തെ പാർട്ടികൾക്ക് ഇവിടെ CMRൽ കൊടുത്തതിൻ്റെ പൈസയുടെ കണക്ക് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. 3 വർഷത്തെ അറ്റാദായത്തിൻ്റെ ശരാശരി എടുത്ത് അതിൽ 7.5% മാത്രമേ ഒരു കമ്പനിക്ക് സംഭാവന നൽകാൻ കഴിയൂ. ഇതായിരുന്നു മുൻപുണ്ടായിരുന്ന നിയമം. അതാണ് പൊളിച്ചത്. ഇതെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. സുപ്രീം കോടതി ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണ്? നിയന്ത്രണമില്ലാത്ത കോർപ്പറേറ്റ് സംഭാവന തിരഞ്ഞെടുപ്പിനെ കമ്പനികൾക്ക് സ്വാധീനിക്കാവുന്ന അവസ്ഥയുണ്ടാക്കുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ഇത്തരം കമ്പനികൾക്ക് എന്തൊക്കെ ഉദാരമായി നൽകിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ സംഭാവനയുടെ ഫലമായിട്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും പല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ഏതൊക്കെ ഈ തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് പ്രചാരണം നടന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ആരുടെ ഒക്കെ ഒപ്പമാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദേശകാര്യ സന്ദർശനത്തിൽ എങ്ങനെ ഈ കോർപ്പറേറ്റുകൾ കൂടെ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതിനൊക്കെ ഒരു സുതാര്യത കൈവരുന്നു. അതായത് അഴിമതി രഹിതമാണ് എന്നുള്ള ആവർത്തിച്ചുള്ള വാദമുണ്ടല്ലോ. BJP അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എന്ത് ഉദാരമായ സംഭാവന നൽകി എന്നത് വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. 10 വർഷം കിട്ടിയ തുക ഏകദേശം 5 വർഷം കൊണ്ട് പാർട്ടികളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച പണത്തിൽ 55% BJP എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്. ആ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും 10%. അതെ, 2022-23 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് 719 കോടി കിട്ടിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും 79 കോടി. 7 ഇരട്ടിയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പണം ആരൊക്കെ കൊടുത്തു എന്നറിയുന്നത് SBIക്ക് മാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ഈ SBI വഴി കൊടുത്ത ആൾക്കും അറിയാം. അപ്പൊ കോൺഗ്രസിന് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും BJPക്ക് അറിയാനാകും. അവർക്കെതിരെയും വേണമെങ്കിൽ പ്രവർത്തിക്കാം സർക്കാരിന്. അതാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തേക്ക് ജനങ്ങൾ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഏർപ്പാടിനാണ് ഇപ്പോൾ സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ
ഉയർത്തിക്കാണിക്കുന്ന ഒരു വിധിയെന്ന് ഞാൻ ഒരു വരി കൂടി പറയണം. നേരത്തെ സുജയ പറഞ്ഞല്ലോ CPM ഫണ്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇല്ല കേട്ടോ, CPM മാത്രമാണ് ഇന്ത്യ രാജ്യത്തിലെ ഒരേ ഒരു കക്ഷി ബോണ്ടുകൾ. ഞാൻ പറഞ്ഞത് CPM അടക്കമുള്ള പാർട്ടികൾ 5% താഴെ ദേശീയ തലത്തിൽ വോട്ടുള്ള ആ പാർട്ടികൾക്കും ഇത് കിട്ടാൻ അർഹതയല്ല, വേണ്ട എന്ന് പറഞ്ഞു. CPM മാത്രമാണ് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടി ഇലക്ടറൽ ബോണ്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് സുപ്രീം കോടതിയിൽ പോയത്. അത് ഈ നിമിഷം CPM എന്ന് പറയുന്ന പാർട്ടി ആ നിലപാടിന്റെ പേരിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതുകൂടി നമ്മൾ പറയണം. Meet the editors.